നമുക്ക് പൂർണ്ണമായിട്ടും തൃപ്തി തരുന്ന ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 2-3 ടൈറ്റിൽസ് ഇങ്ങനെ ചൂസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഫോർവേഡ് ചെയ്യാവുന്ന ഒരു തോട്ടിലാണ് ഇരുന്നത്. അതിലൊന്നും പക്ഷേ അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഫോണിൽ ഞാനും ഇങ്ങനെ ജിഷ്ണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കളങ്കാവലിനെ പറ്റി അത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയല്ല, അല്ലാതെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കളങ്കാവലിനെ പറ്റി ഒരു സംസാരം ഉണ്ടായത്. അപ്പോൾ ഈ തിരുവനന്തപുരം മാത്രമല്ല, ദക്ഷിണ തിരുവിതാംകൂറിൽ, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗമായ ചില സ്ഥലങ്ങളിലുമൊക്കെ ഈ ഭദ്രകാളി ദേവീ ക്ഷേത്രങ്ങളിൽ കാളിയൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു റിച്വലാണ് ഇതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം, പിന്നെ ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. അപ്പം അതും പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു രണ്ട് കൾച്ചറിനെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർവെൻ ചെയ്തു പോകുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നന്മ തിന്മ എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്. അതിവിടെ ഇത് ഈ പടം പിന്നെ സഞ്ചരിക്കുന്ന ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തെ ചില സ്ഥലങ്ങളും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ആ ഒരു കൾച്ചറൽ ആ ഒരു മിക്സപ്പിനെ കൂടി നമുക്കൊന്ന് അഭിമുഖീകരിക്കാൻ ഈ ടൈറ്റിലൂടെ പറ്റുമെന്ന് തോന്നി. കാരണം കളങ്കാവൽ എന്ന് പറയുന്ന വാക്കിന് മലയാളത്തിലും തമിഴിലും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ് കൺവേ ആകുന്നത്. പിന്നെ ഈ പറയുന്ന ഈ കളങ്കാവൽ എന്ന് പറയുന്ന റിച്വലും അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിലോട്ട് ലാൻഡ് ചെയ്തത്.